ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ 12ാമത്തെ സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ 11 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രാമർ വീഡിയോസും അതുപോലെ സ്പീക്കിംഗ് പ്രാക്ടീസ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേര് കൺട്രോൾ യുവർ ടെമ്പർ. നിങ്ങളുടെ കോപം നിയന്ത്രിക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് വരുമ്പോൾ, സ്ക്രീനിൽ സെൻറ്റൻസ് വരുമ്പോൾ എൻ്റെ കൂടെ വായിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. There once was a little boy who was very hot-tempered. He used to get angry even for very small things. ഒരിക്കൽ ഒരിടത്ത് വളരെ മുൻകോപിയായ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അവൻ ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുമായിരുന്നു. There once was a little boy. അപ്പോൾ there once എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരിടത്ത്, was a little boy അപ്പോൾ ഒരിക്കൽ ഒരിടത്ത് ഒരു ചെറിയൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞാൽ ചെറിയ ആൺകുട്ടി. അപ്പോൾ അവനെക്കുറിച്ചാണ് അടുത്ത ഭാഗത്തും നമ്മൾ വായിക്കുന്നത്. ഹൂ വാസ് വെരി ഹോട്ട് ടെമ്പേർഡ്. അപ്പോൾ അവനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഹൂ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ആ ആൺകുട്ടീനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൂ വാസ് വെരി ഹോട്ട് ടെമ്പേർഡ്. അവൻ വളരെ ഹോട്ട് ടെമ്പേർഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളെയാണ് നമ്മൾ ഹോട്ട് ടെമ്പേർഡ് എന്ന് പറയാം. ഹി യൂസ് ടു ഗെറ്റ് ആംഗ്രി ഈവൻ ഫോർ വെരി സ്മോൾ തിങ്സ്. അവൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടാറുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ. യൂസ് ടു ഗെറ്റ് ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. ഹിസ് ഫാദർ ഡിസൈഡഡ് ടു ഹാൻഡ് ഹിം a bag full of nails and said that every time the boy loses his temper, he has to hammer a nail into the wall. അവൻ്റെ പിതാവ് ഒരു സഞ്ചി നിറയെ ആണി നൽകാൻ തീരുമാനിച്ചു. കുട്ടിയുടെ പിതാവ് പറഞ്ഞു, ഓരോ പ്രാവശ്യവും അവൻ്റെ ക്ഷമ നശിക്കുമ്പോൾ അവനോട് ചുമരിൽ ചുറ്റിക കൊണ്ട് ഓരോ ആണി അടിക്കാൻ ആവശ്യപ്പെട്ടു. ഹിസ് ഫാദർ ഡിസൈഡഡ്. ഹിസ് ഫാദർ എന്ന് പറഞ്ഞാൽ അവൻ്റെ പിതാവ്, അതായത് കുട്ടിയുടെ പിതാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. ഡിസൈഡഡ് എന്ന് പറഞ്ഞാലോ തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചത്? അത് അടുത്ത ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ടു ഹാൻഡ് ഹിം എ ബാഗ് ഫുൾ ഓഫ് നെയിൽസ്. ടു ഹാൻഡ് ഹിം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവന് നൽകാൻ അല്ലെങ്കിൽ കൊടുക്കാൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എ ബാഗ് ഫുൾ ഓഫ് നെയിൽസ്. ബാഗ് ഫുൾ ഓഫ് നെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചി നിറയെ ആണികൾ. അപ്പോൾ ഒരു സഞ്ചി നിറയെ ആണികൾ കൊടുക്കാൻ അവൻ്റെ അച്ഛൻ തീരുമാനിച്ചു. ആൻഡ് സെഡ് ദാറ്റ്, എന്നിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എവ്രി ടൈം ദ ബോയ് ലൂസസ് ടെമ്പർ. എവ്രി ടൈം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ സമയവും. ദ ബോയ് ലൂസസ് ടെമ്പർ എന്ന് പറഞ്ഞാലോ ആൺകുട്ടിയുടെ ക്ഷമ നശിക്കുമ്പോൾ, അതായത് അവന് ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഹീ ഹാസ് ടു ഹാമർ എ നെയിൽ ഇൻ ടു ദ വാൾ. ഹാമർ എ നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റിക കൊണ്ട് ആണി അടിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹാമർ എന്ന് പറഞ്ഞാൽ ചുറ്റിക. അപ്പോൾ ഹാമർ എ നെയിൽ എന്ന് പറഞ്ഞാലോ ചുറ്റിക കൊണ്ട് ആണിയടിക്കുക. എവിടെയാണ് അടിക്കേണ്ടത്? ഇൻ ടു ദ വാൾ, അതായത് ചുമരിൽ അടിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൺ ദി വെരി ഫസ്റ്റ് ഡേ ദ ബോയ് ഹാമർഡ് 37 nails into the wall. ആദ്യ ദിവസം തന്നെ കുട്ടി ചുമരിൽ 37 ആണികൾ അടിച്ചു. ഓൺ ദി വെരി ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ, അതായത് അവൻ്റെ അച്ഛൻ സഞ്ചി നിറയെ ആണി കൊടുത്ത ദിവസം തന്നെ ദ ബോയ് ഹാമേർഡ് 37 nails into the wall. ബോയ് ഹാമേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആൺകുട്ടി അടിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ചുറ്റിക കൊണ്ട് ചുമരിന്മേൽ അടിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് അടിച്ചത്? 37 nails, അതായത് 37 ആണികൾ അടിച്ചു. എവിടെയാണ് അടിച്ചത്? ചുമരുമയാണ്. ഇൻ ടു ദി വാൾ, അതായത് ചുമരിൽ 37 ആണി അടിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദി ബോയ് ഗ്രാജുവലി ബിഗാൻ ടു കൺട്രോൾ ഹിസ് ടെമ്പർ ഓവർ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് and the number of nails he was hammering
into the wall slowly decreased. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കുട്ടി ക്രമേണ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി. അവൻ ചുമരിൽ അടിച്ചുകൊണ്ടിരുന്ന ആണികളുടെ എണ്ണം പതുക്കെ കുറഞ്ഞു. The boy gradually began to control his temper. ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ ക്രമേണ, അതായത് പതിയെ പതിയെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആൺകുട്ടി പതിയെ പതിയെ ബിഗാൻ ടു കൺട്രോൾ ഹിസ് ടെമ്പർ എന്ന് പറഞ്ഞാലോ, ബിഗാൻ എന്ന് പറഞ്ഞാൽ ബിഗിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ബിഗിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുക, ബിഗാൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി. എന്താണ് തുടങ്ങിയത്? ടു കൺട്രോൾ ഹിസ് ടെമ്പർ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. ഹിസ് ടെമ്പർ എന്ന് പറഞ്ഞാലോ അയാളുടെ കോപം, അതായത് ആ കുട്ടിയുടെ കോപമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓവർ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഓവർ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറഞ്ഞാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ ഇവിടെ പറയുന്നത്? അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആൺകുട്ടി പതിയെ പതിയെ, അതായത് ക്രമേണ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. കൺട്രോൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ തുടങ്ങി. എന്ത് നിയന്ത്രിക്കാനാണ് തുടങ്ങിയത്? അവൻ്റെ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി. ആൻഡ് ദി നമ്പർ ഓഫ് നെയിൽസ് ഹി വാസ് ഹാമറിങ് ഇൻ ടു ദ വാൾ സ്ലോലി ഡിക്രീസ്ഡ്. നമ്പർ ഓഫ് നെയിൽസ് എന്ന് പറഞ്ഞാൽ ആണിയുടെ എണ്ണം. ഹി വാസ് ഹാമറിങ് ഇൻ ടു ദ വാൾ എന്ന് പറഞ്ഞാലോ ചുമരിൽ അയാൾ ചുറ്റിക കൊണ്ട് അടിക്കുന്നുണ്ടായിരുന്ന ആണികളുടെ എണ്ണം സ്ലോലി ഡിക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ പതിയെ കുറഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോൾ ആ സെൻറ്റൻസ് ഒന്നും കൂടി വായിച്ചു നോക്കിയാലോ. ദ ബോയ് ഗ്രാജുവലി ബിഗാൻ ടു കൺട്രോൾ ഹിസ് ടെമ്പർ ഓവർ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആൻഡ് ദി നമ്പർ ഓഫ് നെയിൽസ് ഹി വാസ് ഹാമറിങ് into the wall slowly decreased. He discovered it was easier to control his temper than to hammer those nails into the wall. ആ ആണികൾ ചുമരിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പം കോപം നിയന്ത്രിക്കുന്നതാണെന്ന് കുട്ടി മനസ്സിലാക്കി. ഹീ ഡിസ്കവേർഡ് എന്ന് പറഞ്ഞാൽ ഡിസ്കവറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഡിസ്കവർ എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. ഡിസ്കവേർഡ് എന്ന് പറഞ്ഞാലോ കണ്ടെത്തി. എന്താണ് കണ്ടെത്തിയത്? ഇറ്റ് വാസ് ഈസിയർ ടു കൺട്രോൾ ഹിസ് ടെമ്പർ. ഇറ്റ് വാസ് ഈസിയർ എന്ന് പറഞ്ഞാൽ അത് എളുപ്പമായിരുന്നു, അതായത് അത് വളരെ എളുപ്പമായിരുന്നു. എന്തിനാണ്? ടു കൺട്രോൾ ഹിസ് ടെമ്പർ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. അപ്പോൾ കൺട്രോൾ ഹിസ് ടെമ്പർ എന്ന് പറഞ്ഞാലോ അവൻ്റെ കോപം നിയന്ത്രിക്കാൻ. അപ്പോൾ ഹി ഡിസ്കവേർഡ് ഇറ്റ് വാസ് ഈസിയർ ടു കൺട്രോൾ ഹിസ് ടെമ്പർ. അവൻ കണ്ടെത്തി, അതായത് അവന് മനസ്സിലായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ മനസ്സിലാക്കി. എന്താണ് മനസ്സിലാക്കിയത്? ഇറ്റ് വാസ് ഈസിയർ ടു കൺട്രോൾ ഹിസ് ടെമ്പർ. അവൻ്റെ കോപം നിയന്ത്രിക്കുന്നതാണ് കൂടുതൽ എളുപ്പമെന്ന് അവൻ മനസ്സിലാക്കി. ദാൻ ടു എന്ന് പറഞ്ഞാൽ എന്നതിനേക്കാൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ദാൻ ടു ഹാമർ ദോസ് നെയിൽസ് ഇൻ ടു ദ വാൾ. ഹാമർ ദോസ് നെയിൽസ് എന്ന് പറഞ്ഞാൽ ആ ആണികൾ ചുറ്റിക കൊണ്ട് അടിക്കുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു അവൻ്റെ കോപം നിയന്ത്രിക്കാൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫൈനലി ദ ഡേ കെയിം വെൻ ദ ബോയ് ഡിഡ്ന്റ് ലൂസ് ഹിസ് ടെമ്പർ അറ്റ് ഓൾ. ഒടുവിൽ കുട്ടിക്ക് ദേഷ്യം ഒട്ടും വരാത്തൊരു ദിവസം വന്നെത്തി. ഫൈനലി എന്ന് പറഞ്ഞാൽ അവസാനം അല്ലെങ്കിൽ ഒടുവിൽ എന്നൊക്കെ നമുക്ക് പറയാം. ദ ഡേ കെയിം എന്ന് പറഞ്ഞാൽ ദിവസം വന്നു. കെയിം എന്ന് പറഞ്ഞാൽ കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. കം എന്ന് പറഞ്ഞാൽ വരിക. കെയിം എന്ന് പറഞ്ഞാലോ വന്നു. വെൻ ദി ബോയ് ഡിഡ്ന്റ് ലൂസ് ഹിസ് ടെമ്പർ അറ്റ് ഓൾ. ഡിഡിൻറ്റ് എന്ന് പറയുന്നത് ഡിഡ് നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് ഡിഡിൻറ്റ്. അതായത് ഡിഡ് നോട്ടിനെ നമ്മൾ ഒന്നും കൂടി ഷോർട്ട് ആക്കിയതാണ് ഡിഡിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഫൈനലി ദ ഡേ കെയിം, അവസാനം ഒരു ദിവസം എത്തി. എന്ത് ദിവസമാണ്? ആ കുട്ടിക്ക് ഡിഡിൻറ്റ് ലൂസ് ഹിസ് ടെമ്പർ അറ്റ് ഓൾ, അതായത് ഒരിക്കലും ദേഷ്യം വരാത്തൊരു സമയം എത്തി, അതായത് ഒരു ദിവസം എത്തി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി ടോൾഡ് ഹിസ് ഫാദർ ദി ഗുഡ് ന്യൂസ് and the father suggested that the boy should now pull out a nail every day and after that he kept his temper under control. അവൻ തൻ്റെ പിതാവിനോട് സന്തോഷ വാർത്ത പറഞ്ഞു. അപ്പോൾ പിതാവ് കുട്ടിയോട് നിർദ്ദേശിച്ചു ദിവസവും ഓരോ ആണി വീതം വലിച്ചൂരുക എന്ന്. അതിനുശേഷം കുട്ടി ദേഷ്യം നിയന്ത്രണത്തിലാക്കി. ഹി ടോൾഡ് ഹിസ് ഫാദർ എന്ന് പറഞ്ഞാൽ ടോൾഡ് എന്ന് പറഞ്ഞാൽ ടെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക. ടോൾഡ് എന്ന് പറഞ്ഞാലോ പറഞ്ഞു. അപ്പോൾ ഹി ടോൾഡ് ഹിസ് ഫാദർ, അവൻ അച്ഛനോട് പറഞ്ഞു, അതായത് അവൻ്റെ പിതാവിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദി ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. ആൻഡ് ദി ഫാദർ സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ
നിർദ്ദേശിച്ചു, അല്ലെങ്കിൽ നമുക്ക് പറയാം സൂചിപ്പിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ് നിർദ്ദേശിച്ചത്? ദാറ്റ് ദ ബോയ് ഷുഡ് നൗ പുൾ ഔട്ട് എ നെയിൽ എവ്രി ഡേ. അതായത് ആൺകുട്ടി എല്ലാ ദിവസവും ഓരോ ആണികളായി വലിച്ചൂരണം എന്നാണ് നിർദ്ദേശിച്ചത്. പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക. നെയിൽ എന്ന് പറഞ്ഞാലോ ആണി. എവ്രി ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി കെപ്റ്റ് ഹിസ് ടെമ്പർ അണ്ടർ കൺട്രോൾ. ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം. എന്തിനു ശേഷമാണ്? പിതാവ് അവനോട് പറഞ്ഞില്ലേ ഓരോ ദിവസവും ഓരോ ആണി വെച്ച് ഊരണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് ശേഷം അവൻ എന്താ ചെയ്തത്? ഹി കെപ്റ്റ് എന്ന് പറഞ്ഞാൽ കീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. കീപ്പ് എന്ന് പറഞ്ഞാൽ വെക്കുക, കെപ്റ്റ് എന്ന് പറഞ്ഞാലോ വെച്ചു. അപ്പോൾ ഹി കെപ്റ്റ് ഹിസ് ടെമ്പർ അണ്ടർ കൺട്രോൾ, അതായത് അവൻ്റെ കോപം നിയന്ത്രണത്തിൽ വെച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവൻ അവൻ്റെ കോപം നിയന്ത്രിച്ചു. The days passed and the young boy was finally able to tell his father that all the nails were removed. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ കുട്ടി ആണികളെല്ലാം വലിച്ചൂരി കഴിഞ്ഞു എന്ന് പിതാവിനോട് പറഞ്ഞു. ദി ഡേയ്സ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ കടന്നുപോയി, അതായത് കുറച്ചു ദിവസം കഴിഞ്ഞു പോയി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി യങ് ബോയ് വാസ് ഫൈനലി ഏബിൾ ടു ടെൽ ഹിസ് ഫാദർ. യങ് ബോയ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ബാലൻ എന്നുള്ള രീതിയിൽ പറയാനാണ്. അപ്പോൾ ആ കുട്ടിക്ക്, ആ ആൺകുട്ടീനെയാണ് ഇവിടെ പറയുന്നത്. ആ ബാലന് വാസ് ഫൈനലി എന്ന് പറഞ്ഞാൽ അവസാനം. അപ്പോൾ വാസ് ഫൈനലി ഏബിൾ ടു ടെൽ ഹിസ് ഫാദർ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനോട് പറയാൻ സാധിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഓൾ ദി നെയിൽസ് വർ റിമൂവ്ഡ്. എന്താണ് പറയാൻ സാധിച്ചത്? എല്ലാ ആണികളും ഊരിയെടുത്തു എന്ന് പറയാൻ സാധിച്ചു. റിമൂവ്ഡ് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആണി ഊരിയെടുത്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദി ഫാദർ ടുക്ക് ഹിസ് സൺ ബൈ ദി ഹാൻഡ് ആൻഡ് ലെഡ് ഹിം ടു ദ വാൾ. പിതാവ് തൻ്റെ മകൻ്റെ കൈ പിടിച്ച് ചുമരിൻ്റെ അരികിലേക്ക് നയിച്ചു. ദി ഫാദർ ടുക്ക് ഹിസ് സൺ ബൈ ദി ഹാൻഡ് എന്ന് പറഞ്ഞാൽ പിതാവ് തൻ്റെ മകൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? പിന്നെ ലെഡ് ഹിം ടു ദ വാൾ. ലെഡ് എന്ന് പറഞ്ഞാൽ ലീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ലീഡ് എന്ന് പറഞ്ഞാൽ നയിക്കുക. ലെഡ് എന്ന് പറഞ്ഞാലോ നയിച്ചു. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോയി എന്നാണ്. അവനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ലെഡ് ഹിം ടു ദ വാൾ, അതായത് ചുമരിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. യു ഹാവ് ഡൺ വെൽ മൈ സൺ, ബട്ട് ലുക്ക് അറ്റ് ദി ഹോൾസ് ഇൻ ദ വാൾ. എൻ്റെ മകനെ, നീ നന്നായി ചെയ്തു, പക്ഷേ ചുമരിലെ ദ്വാരങ്ങൾ നോക്കൂ. യു ഹാവ് ഡൺ വെൽ മൈ സൺ. മൈ സൺ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ മോനെ എന്നുള്ള രീതിയിൽ എൻ്റെ മകനെ. യു ഹാവ് ഡൺ വെൽ, നീ നന്നായി ചെയ്തിട്ടുണ്ട്. ബട്ട് ലുക്ക് അറ്റ് ദി ഹോൾസ് ഇൻ ദ വാൾ. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ. ലുക്ക് അറ്റ് ദി ഹോൾസ് എന്ന് പറഞ്ഞാൽ ദ്വാരങ്ങൾ നോക്കൂ എന്ന് പറയാണ്. എവിടെയുള്ള ദ്വാരങ്ങളാണ്? ഇൻ ദ വാൾ, ചുമരിലുള്ള ദ്വാരങ്ങൾ നോക്കൂ എന്ന് പറയാണ്. ദി വാൾ വിൽ നെവർ ബി ദ സെയിം. അതായത് ഇവിടെ എന്താ പറയുന്നത്? ദി വാൾ വിൽ നെവർ എന്ന് പറഞ്ഞാൽ, നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. അപ്പോൾ ചുമര് ഒരിക്കലും, നെവർ ബി ദ സെയിം എന്ന് പറഞ്ഞാൽ ചുമര് ഒരിക്കലും മുൻപത്തെ പോലെ സമാനമാവില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മുൻപത്തെ പോലെ ഒരിക്കലും ആവില്ല. വെൻ യു സേ തിങ്സ് ഇൻ ആങ്കർ ഇറ്റ് വിൽ ലീവ് എ സ്കാർ ഇൻ അതേഴ്സ് ഹാർട്ട്സ് ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. നീ ദേഷ്യത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇതുപോലെ ഓരോ മുറിവുകൾ ഉണ്ടാക്കും. വെൻ യു സേ തിങ്സ് ഇൻ ആങ്കർ എന്ന് പറഞ്ഞാൽ നീ ദേഷ്യത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ, തിങ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ എന്നാണ്. അപ്പോൾ നീ ദേഷ്യത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇറ്റ് വിൽ ലീവ് എ സ്കാർ. ലീവ് എന്ന് പറഞ്ഞാൽ ബാക്കി വയ്ക്കും. എന്താണ് ലീവ് എ സ്കാർ? അതായത് ഒരു മുറിവ് ബാക്കി വയ്ക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എവിടെയാണ്? ഇൻ അതേഴ്സ് ഹാർട്ട്സ്, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ. ലൈക്ക് ദിസ് വൺ, ഇതുപോലെ. You can put a knife in a man and draw it out. You can put a knife in a man എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളുടെ മേൽ കത്തി കുത്തിയിറക്കാം. ആൻഡ് ഡ്രോ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലോ അത് തിരിച്ചെടുക്കാം, അതായത് തിരിച്ച് പുറത്തേക്ക് എടുക്കാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ആ പിതാവ് തൻ്റെ മകൻ ആണി അടിച്ച ചുമര് മകന് കാണിച്ചു കൊടുക്കാണ്. അതായത് അവൻ ആണി അടിക്കുന്നതിന് മുൻപ് ആ ചുമര് അങ്ങനെയായിരുന്നോ? അല്ല, അവൻ ആണിയടിച്ച് കഴിഞ്ഞ് ആ ആണികൾ ഊരിയപ്പോൾ എന്താ ഉണ്ടായത്? ആ ചുമരിന്മേൽ പാടുകൾ വന്നു.
അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ വാക്കുകളും. നമ്മൾ ആലോചിക്കാതെ ദേഷ്യത്തിൽ എടുത്ത് ചാടി സംസാരിച്ച് ദേഷ്യപ്പെടുമ്പോൾ അത് പലവരുടെയും ഹൃദയത്തിൽ അത് മുറിവുകൾ ഉണ്ടാക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതുപോലെ? ആ ചുമര് പോലെ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ആ ചുമരുമേൽ ഇപ്പോൾ എങ്ങനെ പാടുണ്ടോ അതുപോലെ തന്നെ മനുഷ്യരുടെ മനസ്സിലും മനുഷ്യരുടെ ഹൃദയത്തിലും ആ പാടുകൾ ഉണ്ടാകും. ഇറ്റ് വോണ്ട് മാറ്റർ ഹൗ മെനി ടൈംസ് യു സേ ഐ എം സോറി, ദ വൂണ്ട് വിൽ സ്റ്റിൽ റിമെയിൻ ആൻഡ് വുഡ് നെവർ ഹീൽ. എന്നോട് ക്ഷമിക്കണം എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും ആ മുറിവ് അവിടെ തന്നെ ഉണ്ടാകും. ആ മുറിവ് ഉണങ്ങുകയുമില്ല. ഇറ്റ് വോണ്ട് മാറ്റർ ഹൗ മെനി ടൈംസ് യു സേ ഐ എം സോറി. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എത്ര പ്രാവശ്യവും ഐ എം സോറി, അതായത് എന്നോട് ക്ഷമിക്കണം എന്ന് എത്ര പ്രാവശ്യം ഹൗ മെനി ടൈംസ് നമ്മൾ പറഞ്ഞാലും ഇറ്റ് വോണ്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ വൂണ്ട് വിൽ സ്റ്റിൽ റിമെയിൻ. വൂണ്ട് എന്ന് പറഞ്ഞാൽ മുറിവിനെയാണ് ഇവിടെ വൂണ്ട് എന്ന് പറയുന്നത്. വിൽ സ്റ്റിൽ റിമെയിൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അത് അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വിൽ നെവർ ഹീൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഉണങ്ങുകയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹീൽ എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തുക എന്നുള്ള അർത്ഥവുമുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ മുറിവ് ഒരിക്കലും ഉണങ്ങുകയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മോറൽ ഓഫ് ദി സ്റ്റോറി: control your anger and don't say things to people in heat of the moment that you may later regret. There are some words in life that you can't take back. കഥയുടെ ഉള്ളടക്കം: നിങ്ങളുടെ കോപം നിയന്ത്രിക്കുക. നിമിഷത്തിൻ്റെ ദേഷ്യത്തിൽ ആളുകളോട് കാര്യങ്ങൾ പറയരുത്. നിങ്ങൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരും. ജീവിതത്തിൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത ചില വാക്കുകളുണ്ട്. മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ കഥയുടെ ഉള്ളടക്കം. കൺട്രോൾ യുവർ ആങ്കർ, അതായത് നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കൂ. ആൻഡ് ഡോണ്ട് സേ തിങ്സ് ടു പീപ്പിൾ ഇൻ ദ ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റ്, അതായത് ആ ഒരു സമയത്ത് ദേഷ്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരാളോട് കാര്യങ്ങൾ പറയരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ദേഷ്യത്തിൽ ഒരാളോട് സംസാരിക്കരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ പ്രകോപിതരാവുമ്പോൾ നമ്മൾ ആ സമയത്ത് പറയാൻ പാടില്ലാത്ത പല വാക്കുകളും നമ്മൾ പറയും. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ്? ദാറ്റ് യു മേ ലേറ്റർ റിഗ്രറ്റ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. നമ്മൾ പിന്നീട് റിഗ്രറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലോ ഖേദിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. There are some words in life. നമ്മുടെ ജീവിതത്തിൽ ചില വാക്കുകളുണ്ട്. ദാറ്റ് യു കാൺ ടേക്ക് ബാക്ക്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചെടുക്കാൻ കഴിയാത്ത പല വാക്കുകളും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരെ മുറിവേൽപ്പിക്കാതെ സംസാരിക്കാൻ നോക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ അത് പലവരുടെ ഹൃദയത്തിലും സ്കാർസ് ഉണ്ടാക്കും, അതായത് മുറിവുകൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും അത് ഓർത്ത് വയ്ക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.